ഹലോ. അപ്പോൾ നമ്മൾ സ്റ്റിൽ വാഗമണിലാണ്. ഇനി നമ്മൾ തിരിച്ച് പോവുകയാണ്. തിരിച്ച് വീട്ടിലേക്കല്ല, നമ്മൾ കൊച്ചിക്ക് പോവുകയാണ്. നമ്മുടെ റൂട്ട് വീണ്ടും നമ്മൾ മാറ്റി. അപ്പോൾ കൊച്ചിയിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ട് ഇവിടെ സംഭവങ്ങളൊക്കെ സെറ്റായിട്ട് ഇനി ഇറങ്ങണമല്ലോ. താഴെ കാണുന്ന പൂളാണ്. അപ്പോൾ ഇവിടെ ആയിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തത്. മുകളിലത്തെ ഫ്ലോറിലായിരുന്നു ഹേമന്തും അർച്ചന ഉണ്ടായിരുന്നത്. അപ്പം ഇനിയിപ്പം പോയിട്ട് ചെക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഗ്രീൻ സ്റ്റേ എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഇവിടെ ഫുള്ള് നല്ല ഗ്രീനറിയാണ്, കാണാമല്ലോ. കാടമും നട്ട്മെഗ്, ക്ലോവ് അങ്ങനെയൊക്കെ പറഞ്ഞാണ് റൂമുകളുടെ പേരുകൾക്ക് എല്ലാവരും ഇങ്ങനെ സ്പൈസസിൻ്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്. അത് നല്ല രസമുണ്ടല്ലേ. അപ്പം നമ്മളിവിടെ കാണുന്ന ഈ ചെടികളൊക്കെ ശരിക്കും നമ്മൾ കണ്ട് മറന്ന കുറേ ചെടികൾ, പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ കാണുന്നുള്ള ഒരുപാട് നമ്മൾ മറന്നുപോയ കുറേ ചെടികളൊക്കെ ആയിരുന്നു ഇവിടെ കണ്ടത്. നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ രസമായിട്ട് അവരിങ്ങനെ അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെക്കൗട്ട് ചെയ്യണം, പിന്നെ ട്രാവലാണ് വീണ്ടും. ഇവിടെ റിസപ്ഷൻ ഭയങ്കര രസമുണ്ടായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടമായി. നന്നായിട്ട് അറേഞ്ച് ചെയ്ത് നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ഏരിയയാണ്. ഒറിജിനൽ ആനക്കമ്പാണോന്നൊന്നും എനിക്കറിയില്ല, എനിവേ അത് നല്ല ഭംഗിയുണ്ട്. പക്ഷേ എന്നെ ഏറ്റവും അട്രാക്റ്റ് ചെയ്യിച്ചത് ഈ ഉരുളിയാണ്. ഉരുളിയിൽ കിടക്കുന്ന പൂവ് ഉണ്ടോ, ഇത് കലമ്പട്ടി പൂവെന്നാണ് ഞങ്ങളുടെ അവിടെയൊക്കെ പറയാറ്. എന്താ നിങ്ങളുടെ അവിടെ പറയുന്നത് എനിക്കറിയില്ല ശരിക്കും. ഇത് നല്ലൊരു കളറാണ്. പണ്ട് അമ്മയൊക്കെ ഇങ്ങനെ എപ്പോഴും പറയും കലമ്പട്ടി പൂവിൻ്റെ കളറുള്ള ഡ്രസ്സ് എടുക്കുക, നല്ല രസമായിരിക്കും എന്നൊക്കെ. അതാണ് എൻ്റെ മനസ്സിൽ ഇത് കണ്ടപ്പോഴത്തേക്ക് ഓർമ്മ വന്നത്. പക്ഷേ ഇത്രയും ഭംഗിയുണ്ടെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായത്. പിന്നെ അവിടെ ഇങ്ങനെ ബുക്കും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ സമയമൊക്കെ സ്പെൻഡ് ചെയ്യുമല്ലോ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ, അപ്പോൾ അവർക്ക് ബോറടിക്കാതിരിക്കാനുള്ള ഓരോരോ പരിപാടികൾ. പിന്നെ ഇങ്ങനെ ഒരു വിൻറ്റേജ് കാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തോ 1947 എന്തോ ഒരു മോഡൽ വണ്ടിയാണ്, അത്രേ എനിക്കറിയത്തുള്ളൂ. പിന്നെ ഇതാണ് അപ്പോൾ ഞാൻ പറഞ്ഞ വിൻ്റർ വെയിൽ ഗ്രീൻ സ്റ്റേ. നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് ഫാമിലി ആയിട്ടൊക്കെ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമാണ്. ഞങ്ങൾ നൈറ്റ് ക്യാരംസ് ഒക്കെ കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ശരിക്കും ഞാൻ മറന്നു. എനിക്ക് ഉറക്കം വന്നൊരു സഹിക്കാൻ വയ്യാത്ത സമയത്താണ് അത് ക്യാരംസ് ഒക്കെ കളിക്കാൻ പോയത്. അപ്പം നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നതിൻ്റെ അവിടെ ഒരു മരമുണ്ട്. ഇതെന്ത് മരമാണെന്നറിയാം, ഇത് ഫിഗ് ട്രീ ആണ്. ഒരു ടൈപ്പ് ഇന്ത്യൻ ഫിഗാണ്. അവിടെ വെച്ച് ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് ഫിഗാണ്. ഇതിങ്ങനെ കടയിൽ നിന്ന് മേടിച്ച് കഴിച്ചിട്ടില്ല, ഞാൻ എൻ്റെ ലൈവ് പ്ലാന്റ് ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ പോകാൻ റെഡിയായി. അതിന് മുൻപ് ഞാൻ അർച്ചനയ്ക്ക് കുഞ്ഞൊരു ഗിഫ്റ്റ് കൊടുത്തു. അവളുടെ ബർത്ത്ഡേ ആണ് വരുന്നത്. ഒരിക്കലും അവളെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റാറില്ല, അതുകൊണ്ട് ഞാൻ ഒരു ഗിഫ്റ്റെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കൊടുത്തതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അർച്ചന ഇന്നലെ ഞങ്ങൾ കഴിച്ചതിൻ്റെ വില പട്ടികയൊക്കെ നോക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. മലനിരകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ നമുക്ക് നല്ല 8ൻ്റെ അല്ല ഒരു 16ൻ്റെ പണി തന്നെ കിട്ടിയെന്ന് വേണം പറയാൻ. ഇപ്പോൾ തോന്നും നമുക്ക് അർച്ചന അഖിലിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കുറച്ച് നേരം ഡ്രൈവ് ചെയ്യണം. അല്ല, ഞങ്ങളുടെ വണ്ടിയുടെ ടയർ പഞ്ചറായതാണ്. അപ്പം പിന്നെ ഹേമന്തും അഖിലും കൂടെയാണ് അതെല്ലാം കൂടെ ശരിയാക്കിയത്. കണ്ടപ്പോഴാണ് ദൈവമേ, ഡ്രൈവിംഗ് പഠിച്ചാൽ മാത്രം പോരെ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതും നമ്മൾ മാനേജ് ചെയ്യണമല്ലോ എന്നുള്ള കാര്യം ഓർത്തത്. പിന്നെ നമ്മുടെ ഭാഗ്യത്തിന് ജസ്റ്റ് 1 മിനിറ്റ് അവേ ഒരു വർക്ക്ഷോപ്പും കാര്യങ്ങളും ടയർ മാറ്റുന്ന ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ നമ്മൾ പെട്ടുപോയി. നമുക്കൊരു പരിചയമുള്ള സ്ഥലമാണല്ലോ അല്ലേ.